കേരളത്തിൽ നമുക്കൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്തൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും നമ്മുടെ തലസ്ഥാനത്ത് വെച്ച് തുടങ്ങുന്നതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പ്ലേ ഫെസ്റ്റിന്റെ ബാനറിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു വലിയൊരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് പ്ലേ ഫെസ്റ്റിന്റെ തന്നെ അഡ്മിൻ ആയിട്ടുള്ള അലൻ ഡൊമിനിക് മാത്യു നമ്മളോടൊപ്പം ഉണ്ട്. അലൻ, ഒക്ടോബർ 11-ാം തീയതി 25 ലൊക്കേഷനിലധികം നമ്മൾ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഊനോ നോ മേഴ്സി ടൂർണമെന്റ് ആണ് ഇവന്റ്. ടൂർണമെന്റ് ജയിക്കുവാണെങ്കിലോ 18,000 രൂപ വരെ ക്യാഷ് പ്രൈസും ഉണ്ട്. ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കണ്ടേ? ഒരു ഗെയിം ആയാലും ആയോ ഒരു വീഡിയോയിൽ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലെന്നാണ്. ഇതെന്താ എന്നോട് പറയാൻ? അങ്ങനെ പലതും നീ എന്നോട്. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ. റിഗ്രറ്റ് എന്ന് പറയുമ്പം അതെ, നമ്മൾ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവില്ല. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതിപ്പം സ്കൂൾ ലൈഫ് തൊട്ട് എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പം പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ജോലിയാണ്. അപ്പം അങ്ങനെ റിഗ്രറ്റ് അതേ ഉണ്ടാക്കും. റിഗ്രറ്റ്സ് ഇല്ലാത്ത മനുഷ്യരില്ല. ഓക്കെ, ഞാൻ ഇപ്പം ഇതിൽ പറയണ്ടേ? റിഗ്രറ്റ്സ് ഇല്ലാത്തവരാരുമില്ല. സോ എനിക്കിപ്പം റീസെൻ്റ് ആയിട്ട് എൻ്റെ വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല. ബാഡാക്കല്ലേ? പക്ഷെ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തു. ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണാൻ ട്രൈ ചെയ്തു. പക്ഷെ അത് ഇപ്പോഴും പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് അത് പറയും. അതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. കുഴപ്പമില്ല. ഇവന്റ് ഇൻസിഡന്റ് എന്താന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് മാക്സിമം അപ്പം തന്നെ പറഞ്ഞ് സോൾവ് ആക്കുക. ചിലപ്പോൾ അടുത്ത ദിവസം അവർ ഉണ്ടാവോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു തീർക്കാത്ത പല കാര്യങ്ങളും റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ആ റിഗ്രറ്റ് ഉണ്ടാവാൻ അവസരം കൊടുത്തിട്ടില്ല. ആക്ച്വലി എൻ്റെ കോളേജ് ലൈഫിൽ ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ കുറച്ചുകൂടി ഇൻട്രോവേർട്ടായിരുന്നു. അപ്പോൾ ആ കോളേജ് ലൈഫിൻ്റെ ഒരു അടിച്ചുപൊളി ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടുമേ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ക്ലാസ് ബങ്ക് ചെയ്ത് പുറത്ത് പോകുക അതുപോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ അതെനിക്കൊരു എൻ്റെ കോളേജ് ലൈഫ് ഒരു വേസ്റ്റായി പോയോ. അതും എൻജിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് അടിച്ചു പൊളിക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് മിസ്സായിപ്പോയി. അതെനിക്ക് എപ്പോഴും തോന്നുന്നൊരു വിഷമമുണ്ട്. കോളേജ് ലൈഫ് പോകുന്ന എല്ലാവർക്കും ചെറിയ രീതിയിൽ നമ്മൾ എത്ര എൻജോയ് ചെയ്താലും സിനിമയെ കാണുന്ന പോലെ ആവത്തില്ലല്ലോ എന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നത്. ഒരെണ്ണം എന്ന് വെച്ചാൽ അത് ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു റിഗ്രറ്റ്? ഏറ്റവും വലിയ റിഗ്രറ്റ് ആരാ? എക്സ്. വേറെന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് വേണ്ടായിരുന്നു, വെറുതെ സമയം പോയതുപോലെ അങ്ങനെ എന്തെങ്കിലും? അത് ഈ കോഴ്സ് എടുത്ത് പഠിച്ചത്. ഏത് കോഴ്സ്? ഇവിടെ IT വേണ്ടായിരുന്നു തോന്നി. റിഗ്രറ്റോ? എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറെ കാലം മറ്റേ പ്ലാൻ ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഓവർ പ്ലാൻ ചെയ്ത് കുറെ സമയം കളഞ്ഞു. ഒരു 2-3 വർഷം വേസ്റ്റാക്കിയ പോലെ തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഒരു 3 വർഷം മുമ്പേ ചിലതൊക്കെ നേടിയെടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം വേസ്റ്റ് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കുറെ സമയം കളഞ്ഞിട്ടുണ്ട്. അതിപ്പം വിഷമമായിട്ട് തോന്നുന്നുണ്ട്. സമയം പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. ഷെയർ ചെയ്യാൻ, അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത് കുറച്ച് വൈകി. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ വിഷമം. തുടങ്ങിയോ? ഇല്ല, തുടങ്ങാൻ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടു. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ വിട്ടു കൊടുക്കില്ല, ചെയ്യാൻ പോവാണ്. സെയിം ആണ് ബ്രോ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത്തിരി ഡിലേ ആയിപ്പോയി. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ ഓൾ ഗുഡ്. ലൈക്ക് നമ്മളോട് തന്നെ എല്ലാം സെറ്റായി. അതെ, ഓൾമോസ്റ്റ് പറഞ്ഞായിരുന്നു. ചെയ്യേണ്ട വക്കിലെത്തിയപ്പോഴത്തേക്കും ചെറിയ കാരണങ്ങളാൽ അത് പിൻവലിക്കേണ്ട വന്നു. പക്ഷെ നമ്മൾ ചില സംഭവങ്ങൾ ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ വഴി ഇതാണെന്നുള്ളത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരും. അതാ ഒരു ഏജിൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഇന്ന സാധനം പഠിക്കണം. അത് ഒരു 17-18 വയസ്സിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അത് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് മാറി. അത് പക്ഷേ വലിയ റിഗ്രറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം
അതായിരുന്നു നമ്മുടെ വഴി എന്നുള്ളത് നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാനിപ്പോൾ അതെ ഞാനിപ്പോൾ ആകാശവാണി ന്യൂസിൻ്റെ കറസ്പോണ്ടൻ്റ് തിരുവനന്തപുരം, പിന്നെ ആക്ടറാണ്, മുൻഷിയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഈ ഒരു വഴിയുടെ ഭാഗമാണെന്നുള്ളത് ഇപ്പം നമുക്ക് തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കുക അന്ന് റിഗ്രറ്റ് ചെയ്ത ചെറിയൊരു റിഗ്രറ്റ് ആണെങ്കിൽ പോലും അതാ ഇപ്പം നോക്കുമ്പോൾ ഓക്കെയാണ്, നമ്മൾ ഓക്കെ ആണെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ അത് ലൈഫിനെ അങ്ങ് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം വരുന്ന രീതിയിലുള്ള റിഗ്രറ്റ് ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ തന്നെ ഋഷിവണ്ണൻ പറഞ്ഞത് ആലോചിച്ചപ്പോഴാണ് ഞാനും ഈ സെയിം ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സമയത്ത് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഇപ്പം ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഒരു സ്വന്തമായിട്ടൊരു വെഡ്ഡിങ് കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ ടൈമിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കിത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് മറ്റൊരു ഫീൽഡ് ജോലി ചെയ്യാനായിട്ട് ഞാൻ ദുബായിലേക്ക് പോവേണ്ടി വന്നായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്കത് പറ്റാണ്ട് വീണ്ടും ആ ജോലി കളഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഈ ഫീൽഡിലേക്ക് തന്നെ വന്നതും ഇപ്പം ഞാൻ എത്തി നിൽക്കുന്ന പൊസിഷൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ അത് ഹാപ്പിയാണ്, മനസ്സിലായി, വളരെയധികം ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ആ ജോലി തന്നെ ചെയ്യും, കാശ് മോഹിച്ച് മറ്റേ ജോലിക്ക് തന്നെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം കിട്ടുന്ന ഹാപ്പിനെസ് എനിക്ക് മനസ്സിലായി കിട്ടത്തില്ല. റിഗ്രറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ടൈം റിഗ്രറ്റിനേക്കാളും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ റിഗ്രറ്റ് ചെയ്ത സമയം കളയുന്നേക്കാളും ഇപ്പം ഞാൻ റിഗ്രറ്റ് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ സമയം നഷ്ടപ്പെടും. ഭാവിയിൽ ഞാൻ ഈ റിഗ്രറ്റ് ഇപ്പം കുറേ സമയം കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫ്രീ ആയിട്ട് അങ്ങ് പോവാൻ. ഇല്ല, എനിക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. കേട്ടിട്ട് എന്തെങ്കിലും ഇവിടെ ഈ ജീവിതം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയാലോ? പക്ഷെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആലോചിച്ച പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തിൻ്റെ പുറകെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. എവിടെ എത്തും എന്നുള്ളത് അറിയാനും വയ്യ, പക്ഷെ അത് വിട്ടിട്ട് പോകാനും തോന്നുന്നില്ല. അപ്പം നോക്കാം, അതാണ് എൻ്റെ അവസ്ഥ. അതാണ് സത്യം പറഞ്ഞ ഒരു ഗെയിം കളിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇന്ന് കാണാൻ വേണ്ടി വന്നത്. ആ ഗെയിം ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ഡെക്ക് ഞങ്ങൾ തരാം. അപ്പോൾ ഗെയിം അല്ല പറഞ്ഞുതരും. സോ ഗെയിം ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഓരോ ആൾക്കാരുടെ അടുത്ത് തന്നിട്ട് അവർ ഈ കാർഡ് കാണിക്കും, ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് ആ കാർഡിൻ്റെ പുറകിൽ ഏത് കളറാണോ ആ കളറിൻ്റെ ഒരു ഒബ്ജക്റ്റ് അവർ തപ്പിക്കൊണ്ട് വരണം. നമ്മുടെ കയ്യിൽ നിന്നും അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ആയിക്കൂടാ, ബാക്കി ആരുടെ കയ്യിൽ നിന്നും ഈ കളറിലെ ഒബ്ജക്റ്റ് അവരെടുത്തോണ്ട് വന്നാൽ അവർ ഗെയിം ജയിക്കും. കളിച്ചാലോ? അത് വായിച്ച് കൈ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ചോദിച്ചു വാങ്ങുക, അവരെ കൈ പിടിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഏരിയ ആണോ 2 മിനിറ്റ് സമയത്തിൽ ആരുടെയെങ്കിലും ചോദിച്ചു വാങ്ങണം. ലൈക്ക് പച്ച വന്നിട്ടൊരു ഇല പറിച്ചോണ്ട് വരാൻ പറ്റത്തില്ല. നമ്മൾ ആരുടെ അടുത്ത് പോയിട്ട് പച്ചയായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ല അവിടെ ഫോണിൻ്റെ കവറായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, അതുകൊണ്ട് നമുക്ക് തരണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആയിരുന്നോ നമ്മുടെ ടീമിൻ്റെ ആയിരുന്നോ ആവാൻ പാടില്ല. ആ ടീമിൻ്റെ ഒന്നും പറ്റത്തില്ല. അതും നമ്മുടെ ടീമായിട്ട് വരും. ഓക്കെ, റെഡി അല്ലേ? ഓ, ടൈമർ സ്റ്റാർട്ട് ചെയ്തോ? ബ്ലാക്ക് ആണേ. അങ്കിൾ, can you give me your specs? Just black അല്ലല്ലേ, black കളർ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തരാമോ? Ma'am, please give me that black. I'll just return you. Just for a video. Yeah. Done? Okay. Okay. Thank you. Thank you so much. Yeah. Okay. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ചെയ്തു. ഒരു വഴിയിൽ കൂടെ ഓടാം, ഒരു ക്യാമറ ഗെയിമിന്റെ ഭാഗമായിട്ടാണ്. ഒരു വഴിയേ പോവുള്ളൂ. അത് നിങ്ങൾ 7 അല്ല, സോറി സ്റ്റാർട്ട് കിട്ടി കേട്ടാ. ഉള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തരാൻ പറ്റിയാൽ വലിയ കാര്യമായിരുന്നു. ബോട്ടിൽ തരുന്ന കുഴപ്പമില്ലല്ലോ. ബ്ലൂ പെട്ടെന്നായല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. കിട്ടുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ നല്ല തറയിൽ കിടക്കണമല്ലേ എടുത്താൽ ഒരാളുടെ അടുത്ത് ചോദിക്കുവാങ്ങോ? എപ്പോഴും ഞാനാണ് നീ ഓടിക്കും. 2 മിനിറ്റ് ടൈമറാണ്.
കളർ ഏതാ? ഇതെന്തുവാ? ബ്ലാക്ക് ബ്ലാക്ക്. ഓ അങ്ങനെയാ. ബ്ലാക്ക് എന്ത് വാങ്ങിക്കാനാ? വണ്ടികൾ ചാടി ചാവല്ലേ? ചേച്ചി ഒന്ന് പാർട്ടി ബ്ലാക്ക് മതിയോ? നമസ്കാരം. ഹലോ. ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ടായിരുന്നു. 2 മിനിറ്റ് ടൈമർ ഉണ്ടേ. മഞ്ഞ. 2 മിനിറ്റ് സമയം. ആരാ ചെയ്യുന്നത്? അതെ ഒരുമിച്ച് ചെയ്യുന്നു. നീ പോയിട്ടോടാ. നീ പോയിട്ട് മഞ്ഞ. പൈസ കൊടുത്ത് മേടിക്കാം. നിങ്ങളുടെ പൈസ അല്ലേ? ചേട്ടാ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അല്ല പൈസ വേറെ ഇവർ ഈ ടീമിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. പഴംപൊരി എല്ലാം കിട്ടുമോ? ഞാൻ വിചാരിച്ചു ഇവിടെ ചോദിക്കും. അടി കിട്ടാൻ വേറെ എന്തൊക്കെ കാരണങ്ങൾ? നമുക്ക് ഇങ്ങനെയൊന്നും എല്ലാ അടി മേടിക്കാം. അടി മേടിക്കുമ്പോൾ അതിനൊരു അന്തസ്സാണ്. സമയം 2 45 സെക്കൻഡ്സ് ആയേ. സമയമൊക്കെ ഉണ്ട്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ തിരക്കുണ്ട്. ഇനി 10 സെക്കൻഡ്. സമയം എത്രയായി? 5 4 3 2 1. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മഞ്ഞ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരാളുടെ കയ്യിൽ നല്ലായിരുന്നു. അതുകൊണ്ട് ഓക്കെ, അടുത്ത ആൾ തപ്പാം. താങ്ക് യു ബ്രോ. താങ്ക് യു. മഞ്ഞ 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 കളറാണ്. നിൽക്കാൻ. സ്റ്റാർട്ട് ചെയ്തു. മഞ്ഞ ഇലയൊക്കെ എടുക്കാമല്ലോ. ഒരാളുടെ കയ്യിൽ നിന്ന്. അതെ, ആ കൊച്ചിന്റെ ടീഷർട്ട് വല്ല ഊരി എടുക്കേണ്ടി വരുമല്ലോ. ആളുടെ കയ്യിൽ നിന്ന് പോയി ചോദിക്കും മഞ്ഞയായിട്ടെല്ലാം ഉണ്ടോന്ന്. എവിടെ? ഓക്കെ, അവര് തന്നില്ലെങ്കിൽ എല്ലാവരും ബിസിയാണ്. ചേട്ടാ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. മഞ്ഞ കളറിലുള്ള എന്തെങ്കിലും സാധനമുണ്ട്? ആ അല്ല, നമ്മുടെ ഉള്ള കൊടുക്കാൻ പാടില്ലെന്ന്. ഈ ബാഗിന്റെ കളർ ഓക്കെയാണ്. ആളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അല്ല ഇഷ്ടമുള്ള എന്തായാലും അത് പറ്റത്തില്ല. മഞ്ഞ പറ്റില്ല. ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കണം. എടാ ഫ്ലവറോ അങ്ങനെ എന്തേലും. അല്ല അത് ബിസിയാ, അതുകൊണ്ട് 2 മിനിറ്റേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു ബിസി. ഇല്ല കുഴപ്പമില്ല. ചെറിയ ഇവരൊരു പ്രാങ്ക് തന്നതാ. മഞ്ഞ കളറിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ? എനിക്ക് ഡെയർ തന്നത് മഞ്ഞ കളറിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് കണ്ടെത്തി കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പ്രൈസ് ഞാൻ താങ്കൾക്ക് തരാം. ആ ഓക്കെ, ഇത് മഞ്ഞ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിനോട് മഞ്ഞ ഉണ്ട്, മതി. താങ്ക് യു. അത് ഓക്കെയാണോ? ഓക്കെയാണ്, മഞ്ഞയുണ്ടല്ലോ. ഓക്കെയാണ്. വൈൽഡ് കാർഡ്, ബേസിക്കലി ബ്ലാക്ക്. ഉണ്ടല്ലോ. അല്ല, അവളുടെ ഒരു മൈക്കുണ്ട്. ഒരു ഗെയിം കളിക്കുക. അപ്പം ഒരു സെക്കൻഡ് കിട്ടി, അവർക്ക് കിട്ടി. താങ്ക് യു. അപ്പോൾ ടൈമിനുള്ള ടൈമർ ഗെയിം വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം നമ്മൾ വെച്ചതിൻ്റെ മെയിൻ എന്ന് പറയുമ്പോൾ ഒക്ടോബർ 11-ാം തീയതി 25 ലൊക്കേഷനിൽ നമ്മൾ ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. 18,000 ക്യാഷ് പ്രൈസ്, 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉള്ളൂ. തിരുവനന്തപുരത്തുള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും എല്ലാ സ്ഥലത്തിലും നമ്മുടെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ടൂർണമെൻറ്റിന് വരിക. പിന്നെ ഊനം അറിയാമല്ലോ, ഗ്രൂപ്പിനോട് കളിക്കേണ്ട ഗെയിമാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കളിച്ചോ. നമ്മുടെ ഗെയിം ജയിച്ചതിന് നമ്മുടെ ചെറിയ സമ്മാനം. അപ്പോൾ എല്ലാവരും കളിച്ച് എൻജോയ് ചെയ്തോ. പറ്റുമെങ്കിൽ ടൂർണമെൻറ്റിന് വരണം. ഓക്കെ, ഹാവ് ഫൺ. 2 എൻജോയ് ചെയ്തോ. ഓക്കെ,
ഹാവ് ഫൺ. താങ്ക് യു. ഇനി കളിച്ച് പഠിച്ചോ. ഹാവ് ഫൺ. താങ്ക് യു. ഈ 18,000 രൂപ കിട്ടിയില്ല പറഞ്ഞ് റിഗ്രറ്റ് ആവാൻ പാടില്ല. ശരിയാ. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോ. നമ്മളിന്ന് കുറേ ആളുകളായിട്ട് സംസാരിച്ചു. അവരുടെ റിഗ്രറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ച് ചോദിച്ചു. അവർക്കും ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്, നമുക്കും ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ ഒക്ടോബർ 11 നടക്കുന്ന ഇവന്റ് ഈ വീഡിയോ കാണുന്നോ ഇതുവരെ കണ്ട ആളുകൾക്കോ അതൊരു റിഗ്രറ്റ് ആവരുത് എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്, അല്ലേ? വെന്യൂസിന്റെ ലിസ്റ്റും രജിസ്ട്രേഷന്റെ ലിങ്കും ഒന്നെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ അതോ പ്ലേഫെസ്റ്റ് ഇന്ത്യ ഇൻസ്റ്റഗ്രാമിലോ ഇതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഈ ഇവന്റിന് വന്ന് പങ്കെടുക്കുക. എന്തൊക്കെയാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ആവാൻ പാടില്ല. വന്ന് ജയിക്കുകയാണെങ്കിൽ ഒരു 10-18,000 രൂപ ക്യാഷ് പ്രൈസ് ഒക്കെ മൊത്തം ഉണ്ട്, അതുമായിട്ട് പോവാം. ഇല്ലെങ്കിൽ കുറച്ച് നല്ല സുഹൃത്ത് ബന്ധങ്ങളും കുറച്ച് നല്ല മെമ്മറീസും ആയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ 11-ാം തീയതി 27 വെന്യൂസിൽ കാണുമല്ലേ? സിയാ അവിടെ വെച്ച് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.